ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണാൽ ധാരിപ്പഹി സ്പന്ദതേ. ഇനി നമ്മളൊക്കെ ഇങ്ങോട്ട് കുടങ്ങളാണെന്ന് വിചാരിക്കുക. ഒരു കുടത്തിന്റെ മനസ്സിലായല്ലോ. നിങ്ങളിലും കത്തിച്ചു വെച്ചിരിക്കുന്നു ഒരു പ്രകാശം. അതേതാണ്? ചൈതന്യമാകുന്ന പ്രകാശം. അത് പുറത്തേക്ക് പ്രകടമാവണമെങ്കിൽ സുഷിരങ്ങളൊക്കെ വലുതായാൽ, ഇവിടെ സുഷിരം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് അർത്ഥം എടുക്കണേ. അല്ല നമ്മൾ ശരി സ്വാമി കുറച്ചുകൂടി വലുതാക്കല്ലേ, ചെവിയൊന്നും പോയിട്ട് ഓട്ടം ഉണ്ടാക്കണ്ട, ഇനി പോയിട്ട് ഉള്ള ഓട്ട തന്നെ ധാരാളമാണ്. ചിലർ കിടക്കുമ്പോൾ തന്നെ സുഷിരം വലുതാക്കിയിട്ട് അത് വായം പിടിച്ചിട്ടാണ് കിടക്കണത്. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതായത് മനസ്സാകുന്ന സുഷിരം, ആ സുഷിരം എത്രത്തോളം വികാസമുണ്ടോ അത്രത്തോളം ആ പ്രകാശത്തിന് പുറത്തേക്ക് പ്രകടമാവാൻ സാധിക്കും. എന്നാൽ മനസ്സ് വളരെ ചെറുതാണെങ്കിലോ അതിൽ സ്വാർത്ഥതയും മത്സരവും പോരും വിദ്വേഷവും വേണ്ടാധീനങ്ങളൊക്കെ കൊണ്ട് നിറച്ച് അതിൻ്റെ സുഷിരം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പാവം ഭഗവാന് ഉള്ളിൽ കിടന്നിട്ട് അതേം പടയും. അതേം പറയും എനിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഈ പാർട്ടി സുഷിരം അടച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഒരു എലിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ട് മാളത്തിൽ നിന്ന്, പക്ഷേ നല്ല സാധനം വെച്ച് ജാമാക്കി അടച്ചു വെച്ചിട്ട് പാവം എനിക്കിങ്ങനെ പുറത്തു വരാൻ പറ്റും. ഇതുപോലെ ഭഗവാൻ ഒന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സുഷിരമൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഏത് സുഷിരം? മനസ്സാകുന്ന സുഷിരം. എല്ലാവരുടെ മനസ്സും ഒരുപോലെയാണ് വിചാരിക്കുക. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ റാന്തലുകളാണെന്ന് വിചാരിക്കുക. പെട്രോമാക്സ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? അല്ലേ? പാനീസ് എന്ന് പറയുന്ന വിളക്ക്, അങ്ങനെയാണ് വിചാരിക്കുക. എല്ലാവരുടെ കുഴലും, അതായത് വിളക്കിന്റെ കുഴലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിലോ പ്രകാശം ഒരുപോലെ ഇരിക്കും. എന്നാൽ ചിലത് ഡള്ളും ചിലത് ഉഷാറുമാണെങ്കിലോ അത് പ്രകാശത്തിന്റെ കുഴപ്പം കൊണ്ടാണോ ചില്ലിന്റെ കുഴപ്പം കൊണ്ടാണോ? ചില്ലിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഭഗവാനോട് വല്ല പരാതിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചില്ല് നേരെയാക്കണോ വേണ്ടത്? ഗ്ലാസ് നേരെയാക്കണോ വേണ്ടത്? ഏതാ വേണ്ടത്? ഗ്ലാസ് നേരെയൊക്കെ വേണ്ടത്. നമ്മൾ ഗ്ലാസ് നേരെയാക്കാതെ അമ്പലത്തിൽ ചെന്നിട്ട് പറയാണ് ഭഗവാനൊന്ന് നേരെയാക്കൂന്ന്. ഒരു ഭഗവാനും നമ്മുടെ ഗ്ലാസ് നേരെയാക്കാൻ സാധ്യമല്ല. അതാര് തന്നെ വേണം? നമ്മൾ. അതിനെന്ത് വേണം? ജ്ഞാനം തന്നെ വേണം. ജാനാമീതി തമേവ ബാന്ധമനുപാതി ഏതൽ സമസ്തം ജഗൽ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീദക്ഷിണാമൂർത്തയേ. ഭഗവാനെ, ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെയുള്ള എൻ്റെ മനസ്സാകുന്ന സുഷിരത്തെ വലുതാക്കി അതിലൂടെ കൂടുതൽ ആരുടെ പ്രകാശം പ്രകടിപ്പിക്കണം? ഭഗവാന്റെ പ്രകാശം പ്രകടിപ്പിക്കാൻ ഗുരു എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ എല്ലാവരും ഓരോ കുടങ്ങളാണെങ്കിൽ ആ കുടങ്ങളിലൊക്കെ നിറച്ച് കത്തിച്ചിരിക്കുന്ന പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തെ പ്രകടിപ്പിക്കണമെങ്കിൽ സുഷിരങ്ങളൊക്കെ ഒന്ന് വലുതാക്കുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്രകാരമുള്ള ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. വാസ്തവത്തിൽ ഹിന്ദുമതത്തിലുണ്ടല്ലോ പ്രാർത്ഥനയല്ല ഉള്ളത്. പ്രാർത്ഥന എന്നുള്ള ശബ്ദത്തിന് ഇന്ന് നമ്മൾ അർത്ഥം വെച്ചിരിക്കുന്നത് അപേക്ഷ എന്നാണ്. നിരപേക്ഷനാണ് നമ്മൾ. ഹിന്ദു സംസ്കാരം അതാണ്, നിരപേക്ഷനാവുക. നിരപേക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യോഗ്യതയുള്ളത്, എന്താണ് അർഹിക്കുന്നത് എന്നുള്ളത് ആ സമയത്തിനനുസരിച്ച് ഭഗവാൻ പ്രകടമാക്കി നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ ഒരു വഴികാട്ടിയാണ്. ഏത് ക്രൈസിസ് വന്നാലും ആ ക്രൈസിസിന് എങ്ങനെ നമ്മൾ കടന്നു പോകണം എന്നുള്ളത് നിങ്ങൾക്ക് വിവേകമുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രമാത്രം അതിനോട് ട്യൂണ്ടായിരിക്കണം, അത്രമാത്രം അതിനോട് ചേർന്നിരിക്കണം എന്ന് പറയാണ്. ഇപ്രകാരം ഭഗവാനെ അതിനെന്നെ അനുഗ്രഹിക്കൂ. തദ്വായിദംബുവന മംഗളമംഗളായ ധ്യാനേ സ്മനോദർശിതം ത ഉപാസകാനം തസ്മൈ നമോ ഭഗവതേന വിധേമ തുഭ്യം യോ നാദൃതോ നരകഭാഗബിരി സൽപ്രസംഗൈ. ഭഗവാനെ, അങ്ങേ ധ്യാനേ സ്മനോദർശിതം സ ഉപാസകാനം, ഉപാസന ചെയ്യുന്ന ഒരു കൃത്യനിഷ്ഠയോടുകൂടി ആധ്യാത്മിക സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്ന, അതൊക്കെ നമുക്ക് വിസ്തരിച്ച് ഇനിയും പറഞ്ഞു തരേ. കപില അവതാരത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരും എന്തെല്ലാം ഉപാസനകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല ഇപ്പോൾ. ഏതായാലും അങ്ങനെ ഉപാസകന്മാരായിട്ടുള്ള, എങ്ങനെയുള്ള ഉപാസകന്മാര്? വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യനിഷ്ഠയോടെ ഉപാസനകൾ ചെയ്യുന്നവരാണെങ്കിൽ ധ്യാനേ, അവരുടെ ധ്യാനത്തിലൂടെ അവർക്ക് ദർശിതം ആരെ കാണാൻ പറ്റും? ഭഗവാനെ കാണാൻ പറ്റും. നമ്മുടെ ഋഷീശ്വരന്മാർ 3 സാധനകളാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. ഒന്നാമത്തത് പറയും
ശ്രവണം, രണ്ടാമത്തത് പറയും കീർത്തനം, മൂന്നാമത്തത് പറയും ധ്യാനം. ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മണ. ഭഗവാനെ അനുഭവിക്കാനുള്ള എളുപ്പമായ 3 മാർഗങ്ങളാണ് ശ്രവണവും കീർത്തനവും ധ്യാനം. ഏകാദശ സ്കന്ധം വരുമ്പോൾ വളരെ വിസ്തരിക്കും അതൊക്കെ. ഏതായാലും അങ്ങനെയൊക്കെ തസ്മേ നമോ ഭഗവതേ അനുവിധേ മതുഭ്യം, അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഏതൊരാളാണോ ഭഗവാനെ അങ്ങയിലേക്ക് അസത്പ്രസംഗൈ, ഈ ലൗകികമായ ചിന്തകൾ മാത്രം, പണം ഉണ്ടാക്കണം, വീട് കെട്ടണം, അല്ലെങ്കിൽ അത് നേരെയാക്കണം, ഇത് നേരെയാക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഈ ചിന്തകൾ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, അല്പനേരം ഒന്ന് അതൊന്ന് മാറ്റി വയ്ക്കണ്ടേ മനസ്സിനെ? ഈ കാലത്തിന് വിധേയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ആരാണോ പോകുന്നത്, അവന്റെ ജീവിതം അവരെങ്ങോട്ടാണ് നയിക്കുന്നത്? നരകാലഭിമുഖം. എങ്ങോട്ടാ പോകുന്നത്? നരകത്തിലേക്ക്. എന്ന് വെച്ചാൽ ദുഃഖവും ദുരിതവും. ഇവർക്കെന്നാ മാറിയിട്ടുള്ളത്? അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ശാന്തി സമാധാനവും കിട്ടുമോ? കാരണം എന്നും അവർക്ക് ചിന്തിക്കാനുള്ളത് കാലത്തിന് വിധേയമായ കാര്യങ്ങളിലാണ്. എതിലേക്ക് വരുന്നില്ല. അവരറിയുന്നില്ല ഈ കാലത്തിന് വിധേയമായ കാര്യങ്ങൾക്കൊക്കെ നിലനിൽപ്പ് കൊടുക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു കാലാതീതനായിരിക്കുന്നൊരു ഭഗവാനാണെന്ന്. ആ ഒരു ബോധം വരണ്ടേ? ഒരിക്കലൊരു കുട്ടി 5ൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വരിക. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാഴ്ച കാണുകയാണ്. അവൻ കുറേ ആളുകളൊക്കെ കൂടി ചേർന്ന് വെളുത്ത തുണിയിൽ ഒരാളെ തോളിലേറ്റിക്കൊണ്ടു പോകുന്നത്. അവനിങ്ങനെ കുറേ ആളുകൾ കരയുണ്ട്, ഒരു സ്ത്രീ നെഞ്ചത്തടിക്കുന്നുണ്ട് പുറകിൽ. അതൊക്കെ കാണുകയാണ് ആ കുട്ടി. ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് കുട്ടിക്ക് എന്തോ വലിയ മനോവിഷമം. കുട്ടിക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുവരെ കുട്ടി ജീവിതത്തിൽ മരണം എന്താണെന്ന് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ സംഭവം. കുട്ടിയുടെ മൈൻഡ് ആകെ അപ്സെറ്റായി. കുട്ടി അടുത്തിൽ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്താ അങ്കിൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞു. ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, അയാളുടെ ബോഡി കൊണ്ടുപോവാണ്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവാണ്. കുട്ടിക്ക് ഭയങ്കര വിഷമം. കുട്ടി കുറെ കരഞ്ഞു. വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നില്ല. വീട്ടിലെത്തി. അച്ഛനും അമ്മയ്ക്ക് ഒരു മകനാണ്. കുട്ടി വീട്ടിലെത്തിയിട്ട് ചായയും വേണ്ട, കാപ്പിയും വേണ്ട, പലഹാരം വേണ്ട. അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മരിക്കാനാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് സൃഷ്ടിച്ചതെങ്കിൽ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എന്തിനാ നമ്മൾ ജനിച്ചത് അമ്മേ? ഇതൊക്കെ മരണത്തിലേക്കാണ് അവസാനം പോകുന്നത്. ഇനി നമ്മൾ വരില്ലല്ലോ അങ്ങനെ എന്ന് പറഞ്ഞ കുട്ടി ഭയങ്കര വിഷമത്തിൽ കരയാൻ തുടങ്ങി. മരിക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ എന്തിനു നമ്മൾ ജനിച്ചു എന്നാണ്. എന്തിനാ അമ്മയെ നമ്മൾ ജനിച്ചത്? മരിക്കാനാണോ? കുട്ടിക്ക് ഉത്തരമില്ല, അമ്മയ്ക്ക് ഉത്തരമില്ല. അമ്മ പറഞ്ഞു, നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകി ഒരു അമ്മ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, അട ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മരിക്കാനാണെങ്കിൽ എനിക്ക് ഈ ജീവിതത്തോട് താല്പര്യമില്ല. ഞാൻ എന്തിനു കഷ്ടപ്പെട്ടിട്ട് പലതും നേടിയിട്ടൊക്കെ മരിക്കണം? വളരെ വളരെ അപ്സെറ്റായി കുട്ടി. അന്ന് ആ കുട്ടി ഭക്ഷണമൊന്നും കഴിച്ചില്ല. അമ്മ പറഞ്ഞു, വരൂ കണ്ണാ കഴിക്കൂ. എനിക്ക് വേണ്ട അമ്മേ. അമ്മ അടുത്ത് കിടന്നു നോക്കി. എന്നിട്ട് കുട്ടി പറഞ്ഞു, അമ്മ പോയി കിടക്കുമോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എന്നിട്ട് രാത്രി കുട്ടി എണീറ്റുകൊണ്ട് പൂജാമുറിയിലേക്ക് കയറി. അവിടെ ഭഗവാന്മാരുടെയൊക്കെ ഒരുപാട് ഫോട്ടോ ഉണ്ട്. കുട്ടി കുറേ കരഞ്ഞിട്ട് വെച്ചു, എന്ത് നന്ദികേടാ നിങ്ങളൊക്കെ കാണിക്കുന്നത്? മരിക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കേ. എല്ലാം നേടിയിട്ട് അവസാനം ഒക്കെ അങ്ങോട്ട് വിട്ടുപോവേ, എല്ലാം നഷ്ടപ്പെടുകയെ, മറ്റുള്ളവർക്ക് വേദന കൊടുത്തുകൊണ്ട് പോവേ. എനിക്ക് വേണ്ട ഈ ജീവിതം എന്ന് പറഞ്ഞ് കുട്ടി കുറേ ഇങ്ങനെ കരഞ്ഞ് ആ ഫോട്ടോ നോക്കി കരഞ്ഞ് കുട്ടി ഉറങ്ങിപ്പോയി അവിടെ ഇരുന്നിട്ട്. നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി സ്വപ്നം കണ്ടു എന്നാണ്. ആ സ്വപ്നത്തിൽ ഭഗവാൻ കുട്ടിയുടെ തല ഇങ്ങനെ തലോടുകയാണ്. തലോടുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കുകയാണ് കുട്ടിയോട്, കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ഉണ്ടല്ലോ ഭഗവാനെ. കുട്ടിയുടെ കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ഉണ്ടല്ലോ ഭഗവാനെ. ആ പിറന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ കുട്ടി വല്ലതും കൊടുക്കാറുണ്ടല്ലോ? ഉണ്ടല്ലോ ഭഗവാനെ. ഇപ്പം അടുത്ത ആരുടെ പിറന്നാളാണ് ആഘോഷിച്ചത്? എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. കുട്ടി എന്താ കൊടുത്തത്? ഞാൻ അവന് നല്ലൊരു പെൻ ബോക്സ് കൊടുത്തു ഭഗവാനെ. എന്നിട്ടോ അവൻ്റെ വീട്ടിൽ നിന്ന് കാപ്പി കഴിച്ചു, ഞങ്ങൾ കുറെ പാടി രസിച്ചു. അതിനുശേഷം അവനും എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സ്. എന്നിട്ടോ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ കുട്ടിക്കൊരു ഗിഫ്റ്റ് തിരിച്ചു കിട്ടിയിട്ടില്ലേ? തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് കുട്ടി ഞാനും. നിങ്ങൾക്ക് ജീവിതമാകുന്നൊരു ഗിഫ്റ്റ് ഞാൻ തന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നാൽ തിരിച്ച് ഞാനും ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കണ്ടേ? ആ ഗിഫ്റ്റാണ് ഏത്? മരണം എന്ന് പറയുന്ന ഗിഫ്റ്റ്. കുട്ടി കളിക്കാറില്ലേ ഉണ്ണി? ഉണ്ണി അപ്പം കരയാൻ തുടങ്ങി. വേണ്ട ഭഗവാനെ. വീണ്ടും ഭഗവാൻ പറയാണ്, ഉണ്ണി കളിക്കാറില്ലേ? കളിക്കാറുണ്ട്.
മഴക്കാലമൊക്കെ വരുമ്പോൾ തോണി ഉണ്ടാക്കി കളിക്കാറില്ലേ? കളിക്കാറുണ്ട്. പലതും ഉണ്ടാക്കി കളിക്കാറില്ലേ? കളിക്കാറുണ്ട്. മണ്ണിൽ കളിക്കാറില്ലേ? ഉണ്ട് ഭഗവാനെ. അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഉണ്ണി എന്താ ചെയ്യുക? മണ്ണ് കൊണ്ടൊക്കെ വല്ലതും ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താ ചെയ്യുക? അവനുണ്ടാക്കിയത് അവൻ തന്നെ തട്ടി മാറ്റും. ഉണ്ണി ഇത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ഉണ്ണി മാറി ഉണ്ണി മനസ്സിലാക്കൂ, മരണം എന്ന് പറയുന്നത് സന്തത സഹചാരിയാണ്. മരണത്തെ ഓർത്ത് ജീവിക്കല്ല വേണ്ടത്, മരിക്കുന്നത് വരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ മരണത്തെ പോലും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ജീവിതം. അതിന് ഉണ്ണിക്ക് എന്ത് വേണമെന്നറിയോ? ധൈര്യം വേണം. ധൈര്യം വേണമെങ്കിൽ ആരെ പിടിക്കണം എന്നറിയോ? മറ്റുള്ളവരെ പിടിച്ചാൽ ധൈര്യം കിട്ടില്ല. ആരെ പിടിക്കണം? കൂടെ ഞാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി എന്നെ പിടിക്കൂ ഉണ്ണി. ഉണ്ണിക്ക് ധൈര്യം കിട്ടും. ആ കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ കുട്ടിക്ക് എന്തോ ഒരു പ്രകാശം പോലെ തോന്നി എന്നാണ്. ആ നിമിഷം മുതൽ കുട്ടിക്ക് മനസ്സിലായി, മരണവും കൂടെയുണ്ട്, മരണം മാത്രമല്ല കൂടെയുള്ളത്, ആ മരണത്തെ എനിക്ക് കാണിച്ചു തന്ന ഭഗവാനും കൂടെയുണ്ട്. പക്ഷെ ഞാൻ ഭഗവാനെ വിട്ടുകൊണ്ട് മരണത്തെയാണ് പിടിക്കുന്നതെങ്കിൽ മരണം എന്നെ ഭയപ്പെടുത്തും. എന്നാൽ ഞാൻ എന്ത് വേണം? മരണത്തെ വിട്ടുകൊണ്ട് ഭഗവാനെ പിടിക്കുകയാണെങ്കിൽ മരണം അതിൻ്റെ വഴിക്ക് വരട്ടെ. ഈ രീതിയിലും ജീവിക്കാലോ. ഇതാണ് മാർക്കണ്ഡേയനെ പോലുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഭഗവാനെ അപ്രകാരം അസത്പ്രസംഗൈ, വേണ്ടാത്തലിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അങ്ങയിലേക്ക് തിരിയാൻ സാധിക്കുക? ഏതുത്വദീയചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിപരൈ സുതിവാധനീധം ഭക്തിയാ ഗൃഹീതചരണ പരയാജദേശം നാപൈഷിനാഥ ഹൃദയാം മുരുഹൽ സ്വപുംസം ത്വദീയ ചരണാംബുജകോശഗന്ധം. ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദത്തിന്റെ ഗന്ധം, ഭാഗവതമാകുന്ന ഗന്ധം ആരാണോ ജിഗ്രന്തി കർണവിവരൈ ശ്രുതിവാധനീതം, ഈ ഭാഗവതാദികളാകുന്ന ഗ്രന്ഥങ്ങളൊക്കെ ആചാര്യന്മാരിലൂടെ ആരാണോ കാതാകുന്ന വായിലൂടെ അനുഭവിക്കുന്നത്, പിബത ഭാഗവതരസം, അതായത് ആരാണോ ഭഗവാനെ കുറിച്ച് കൂടുതൽ ഭാഗവതങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്, തൻ്റെ വൈഭവം, ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആരെ മനസ്സിലാക്കലാണ്? ഏതോ ഭഗവാനെയല്ല മനസ്സിലാക്കുന്നത്, തൻ്റെ തന്നെ വൈഭവം മനസ്സിലാക്കണം, തന്നെ മനസ്സിലാക്കലാണ്. രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളെയല്ല അന്വേഷിക്കുന്നത്. ഹൂ ആമൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ഞാൻ ആരാണ്? രമണ മഹർഷി വളരെ എളുപ്പമായിട്ടാണ് ഈശ്വരാന്വേഷണം നടത്തിയത്. ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സാണെന്ന്. ഈ മനസ്സിന് ഞാനെന്ന് പറയാൻ ശക്തി കൊടുക്കുന്ന ആരാണ്? അദ്ദേഹത്തിന് മനസ്സിലായി അതിനും അതീതമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയിലേക്ക് മനസ്സ് തിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മദർശനം ഈശദർശനം. ആത്മാവിനെ ദർശിക്കലാണ് ഈശ്വരനെ ദർശിക്കലെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായില്ല. ഈശദർശനം ആത്മദർശനം എന്ന് പറഞ്ഞില്ല, പറഞ്ഞത് ആത്മദർശനം ഈശദർശനം എന്നാണ്. അവനവനിൽ തന്നെയാണ് ഈശ്വരന്റെ വൈഭവം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്രകാരം ഭഗവാനെ ആരാണോ കാണുന്നത് അവർക്കെവിടെയാണ് താവൽ ഭയം ദ്രവിണഗേഹസുസുഖം നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലസ്ഥലോഭം. ഭഗവാനെ, ആർക്കാണ് ഭയമുള്ളത്? ഭയം ഇരിക്കുന്നത് ഗേഹസുഖൽ നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലസ്ഥലോ ലോഭാം താവന്മമേത്യസവിഗ്രഹ ആർത്തിമൂലം യാവന്നതെങ്ക്രിമഭയം പ്രവണീതലോകാം. ആർക്കാണത്രേ ഭയവും ദുഃഖവും ഒക്കെ വരുന്നത്? മനസ്സ് എപ്പോഴും ആരാണോ ദ്രവിണം, ഗേഹം, സുഖത്ത് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിൽ എന്ന് വെച്ചാൽ കാലത്തിന് വിധേയമായിട്ടുള്ള സാധനങ്ങളിലും വ്യക്തികളിലും മനസ്സ് വെക്കുന്നവർക്ക് ഭയവും ദുഃഖവും കൂടെയുണ്ട്. എന്നാൽ ഏതൊരു വ്യക്തിയാണോ അവരുടെ മനസ്സിനെ ഭഗവാനെ അങ്ക്രിയും പ്രവണീതലോക, ആരാണോ അവിടുത്തെ അങ്ക്രി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഭഗവാന്റെ പാദം, ഭഗവാന്റെ തത്വം, അതിൽ ആരാണോ മനസ്സ് വെക്കുന്നത് അവർക്ക് അഭയമുണ്ട്. എല്ലാ ഭയത്തിൽ നിന്നും അവർക്ക് മുക്തരാവാൻ സാധിക്കും. അപ്പൊ കാലവിധേയമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ചാൽ ദുഃഖിക്കേണ്ടി വരും. കാലാതീതനായ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചാൽ ദുഃഖത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഒരു വലിയ ശക്തിയാണ്
ഒരു വശത്തേക്ക് തിരിക്കാം, അതിനെ ഓപ്പോസിറ്റായിട്ടും തിരിക്കാൻ സാധിക്കും. നമുക്ക് വളരെ ശ്രദ്ധിക്കണേ. ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം, വിവേകം എന്ന് പറയാം. വിവേകം അല്ലെങ്കിൽ വൈരാഗ്യം എന്നുള്ള ശബ്ദം കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് അതിനെ ലോകത്തിലേക്കും തിരിക്കാം, മനസ്സിനെ ഈശ്വരനിലേക്കും തിരിക്കാം. ഈ വൈഭവം, ഈ കഴിവ് മനുഷ്യർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ആർക്ക് കൊടുത്തിട്ടില്ല? മൃഗങ്ങൾക്കൊന്നും കൊടുത്തില്ല. അവർക്കൊക്കെ ഒരു വശത്തേക്ക് മനസ്സ് തിരിക്കാൻ പറ്റുള്ളൂ, തന്നിലേക്ക് തന്നെ തിരിക്കാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല പറയാണ്. അതുകൊണ്ട് പറയാണ് ബ്രഹ്മാവലോകതിഷണം. ബ്രഹ്മാവലോകതിഷണം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണത്രേ നമുക്ക് മനുഷ്യൻ എന്നുള്ള പേര് തന്നത്. മൃഗം എന്നുള്ള പേര് നമുക്ക് തരാത്തത്. മൃഗം എന്ന് പറഞ്ഞാൽ, മൃഗയതി എന്ന് പറഞ്ഞാൽ പുറമേയുള്ളതിൽ മാത്രം മനസ്സ് വെക്കുന്ന ജീവികൾക്കാണ് മൃഗം എന്ന് സംസ്കൃതത്തിൽ പറയാം. നമുക്ക് മനുഷ്യൻ എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത് ആരാ? സയന്റിസ്റ്റുകളാണോ തന്നത്? മനുഷ്യൻ എന്നുള്ള ഒരു പേര് മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ആരാ? കഷ്ടായല്ലപ്പോ. മൃഗങ്ങളാണോ നമുക്ക് പേര് തന്നിരിക്കുന്നത് മനുഷ്യന്ന്? ആരാ നമുക്ക് മനുഷ്യന്ന് പേര് തന്നിരിക്കുന്നത്? അതിപ്പോ ആരാവും? നമ്മളെക്കാളും മുന്നിൽ ഒരാളുണ്ടാവണ്ടേ. ആദ്യത്തെ മനുഷ്യൻ ആരാവും പേരിട്ടുണ്ടാവുക? ഋഷീശ്വരന്മാര് ആണ് മനുഷ്യനെ മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രയും മനുഷ്യന് മനുഷ്യൻ എന്നുള്ള പേരിട്ടിരിക്കുന്നത്? മനീഷ ഉള്ളവൻ മനുഷ്യനാണ്. മനനം ചെയ്യാനുള്ള വിവേകമുള്ള മനസ്സിനെയാണ്, അതായത് ലൗകികമായും ആത്മീയമായും ചിന്തിക്കാൻ കഴിവുള്ള മനസ്സിനെയാണ് മനീഷയുള്ളത്. അതുള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? മനുഷ്യൻ. എന്നാൽ കേവലം ലൗകികമായ കാര്യങ്ങളിൽ മാത്രമാണ് മനസ്സ് വയ്ക്കുന്നതെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും, ചിലത് മനുഷ്യനും മൃഗങ്ങൾക്കും കോമൺ ആണ്. നമ്മളും ഉണ്ണും അവരും കഴിക്കും, നമ്മളും കിടക്കും അവരും കിടക്കും, ഇല്ലേ? നമ്മളും ലൈംഗികമായ വ്യാപാരം ചെയ്യും, അവർക്കും ഉണ്ട് അതൊക്കെ. അവർക്കും അവരുടെ കുട്ടികളോടൊക്കെ ഒരു പ്രേമവും സ്നേഹമൊക്കെ ഉണ്ട്. മനുഷ്യനും കൂടുതലുണ്ട്, മനുഷ്യനെ ഉള്ളു കൂടുതൽ. ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അവനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന എന്താ അറിയോ? മനുഷ്യരൂപേണ മൃഗം ചരന്തി. നന്നായില്ലേ? അത് മനുഷ്യനാണ്, പക്ഷേ മൃഗത്തിനെ പോലെ ജീവിക്കുന്നത്. മനീഷയുള്ളവനല്ല എന്നർത്ഥം. അങ്ങനെ മനീഷയുള്ളവരായി ഭഗവാനെ ആരാണോ മനസ്സിനെ നയിക്കുന്നത് അതിനെന്ത് വേണം? ദേവേന ദേഹതയോ ഭവത പ്രസംഗൽ സർവാശുഭോപശമനാൽ വിമുഖേന്ദ്രിയായി കുറുവന്തി കാമസുകലേശമായ ദീന ലോഭാഭിഭൂത മനസ്സോ കുശലാനി ശശ്വൽ. ആരാണോ അവരുടെ മനസ്സിനെ അങ്ങയിലേക്ക് തിരിക്കാതെ സകല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ലോഭാഭിമൂതം കുറുവന്തി കാമസുഖം, കുറഞ്ഞ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ അനന്തമായ ഭാരമേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് വിമുഖേന്ദ്രിയ, അങ്ങയിലേക്ക് മനസ്സ് തിരിക്കാത്തവര് എന്നും